മുല്ലപ്പെരിയാർ സംബന്ധിച്ച വിഷയത്തിൽ പാർലമെന്ററി സമിതി യോഗത്തിൽ നിലപാടിലുറപ്പിച്ച് കേരളവും തമിഴ്നാടും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തിങ്കളാഴ്ച മൂന്നാർ വൈബ് റിസോർട്ടിൽ നടന്ന അന്തർ സംസ്ഥാന ചർച്ചയിൽ തങ്ങളുടെ മുൻ നിലപാടുകളിൽ ഉറച്ച് കേരളവും തമിഴ്നാടും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ യോഗമാണ് ഇന്നലെ നടന്നത്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. അതായത് പുതിയ ഡാം പണിയാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണെന്ന് തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നമ്മൾ ആധികാരികമായി തന്നെയാണ് കേരളത്തിൻ്റെ ആവശ്യം ഈ വാട്ടർ റിസോഴ്സ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക ഏറ്റവും കൂടുതൽ 5 ജില്ലയെ ബാധിക്കുന്ന 35 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ആ ആശങ്ക 130 വർഷം പഴക്കം ചെന്ന ഒരു ഡാം ഇപ്പോഴത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന നമ്മൾ എത്രത്തോളം മുന്നിലേക്ക് കാലം കടന്നുപോയി എന്നുള്ളത് ഉൾപ്പെടെ ഡാം എൻജിനീയറിങ്ങിൻ്റെ തന്നെ അത് ഏത് ലെവലിലേക്ക് ഇപ്പോഴെത്തി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി കമ്മിറ്റിക്ക് മുൻപിൽ അവതരിപ്പിച്ചു. തമിഴ്നാട് അവരുടെ ആശങ്കകളൊക്കെ മുന്നോട്ട് വെച്ചു. അവരുടെ ഉയർത്തണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. പക്ഷേ അതിൻ്റെ മറ്റു വശങ്ങൾ നമുക്ക് 142 എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിലൂന്നി തന്നെയാണ് സംസാരിച്ചത്. അവര് ആ ഒരു ആംഗിളിലെ അല്ല സംസാരിച്ചത്, അവർ മറ്റ് കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. നമ്മളേതായാലും പുതിയ ഡാം വേണം എന്നുള്ള കേരളത്തിൻ്റെ ആ ഒരു നിലപാട്. പക്ഷേ നമ്മൾ അത് വളരെ സൗഹൃദപരമായി തന്നെയാണ് അവതരിപ്പിച്ചത്. എന്ന് വെച്ചാൽ കേരളം തമിഴ്നാടിന് വെള്ളം കൊടുക്കില്ല എന്നുള്ളൊരു ചിന്ത നമുക്കില്ല. നമ്മളത് അവതരിപ്പിച്ചതും വാട്ടർ ഫോർ തമിഴ്നാടു, കേരളത്തിന് സുരക്ഷ എന്നുള്ളത്. അപ്പോൾ തമിഴ്നാടിൻ്റെ അവരുടെ 5 ജില്ലകളുടെ ആശങ്ക, അവരുടെ ഫാമിംഗ്, അവരുടെ കൃഷിയെക്കുറിച്ചുള്ള ആശങ്ക തമിഴ്നാട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് 5 ജില്ല കൃഷി മാത്രമല്ല ജനങ്ങളെ മുഴുവനായിട്ട് ബാധിക്കുന്ന വിഷയം. അപ്പോൾ ഇത് ഒരു ബാലൻസാണ് ആവശ്യം. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ശുഭമായി കാര്യങ്ങൾ നടക്കും, പുരോഗമിക്കും എന്ന് പ്രതീക്ഷിക്കാം. ടീമിൻ്റെ വിസിറ്റ് ഉടനെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിനിധിയെ തിരിച്ച് അവർ പ്രൊപ്പോസലായി ചോദിച്ചല്ലോ. നമ്മളത് ഒഴിവാക്കിയപ്പോൾ തന്നെ ഇടപെടേണ്ട രീതിയിൽ എല്ലാ തലങ്ങളിലും ഇടപെട്ടു. അതിന് കൃത്യമായി തന്നെ ഒരു റിസൾട്ട് ഉണ്ടായി. അതുകൊണ്ടാണല്ലോ നമ്മളോട് പ്രൊപ്പോസൽ ചോദിച്ചതും കേരള ഗവൺമെൻറ് ആ പ്രൊപ്പോസൽ കൊടുക്കട്ടെ, ഏതായാലും ടീം ഉണ്ടാവട്ടെ, നമുക്ക് അതിനുശേഷം കൃത്യമായി ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാകുമല്ലോ. ഇതിൻ്റെ ഒരു നോട്ട് റിപ്പോർട്ട് കൊടുക്കും മന്ത്രാലയത്തിന്, എങ്ങനെയാണ് അത് അവരുടെ ഒരു റെഗുലർ പ്രൊസീജിയർ അനുസരിച്ച് നടക്കും. ഓക്കെ. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നതായിരുന്നു കേരളത്തിൻ്റെ നിലപാട്. ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യമാണ് തമിഴ്നാട് ഉന്നയിച്ചത്. വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രാലയം ശ്രമിക്കുന്നതിന് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി MP വ്യക്തമാക്കി. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ ഇരു സംസ്ഥാനങ്ങൾക്കും പറയാനുള്ളത് കേൾക്കുക മാത്രമാണ് ചെയ്തത്. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ തീരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. 2 സംസ്ഥാനങ്ങളുടെയും ആശങ്കകൾ കേട്ടെങ്കിലും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല. 2 സംസ്ഥാനങ്ങളും ഒരുപോലെയാണ്. ജനങ്ങളുടെ സുരക്ഷയും കുടിവെള്ളവുമാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് സമിതി അംഗം ജബി മേത്തർ MP പറഞ്ഞു. തമിഴ്നാട് വെള്ളവും കേരളത്തിന് സുരക്ഷയുമെന്ന ഉറച്ച നിലപാടാണ് കേരളം യോഗത്തിൽ സ്വീകരിച്ചത്. ഇടുക്കി സബ് കളക്ടർ VM ആര്യ, കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സമിതി അംഗങ്ങൾ പിന്നീട് ഇടുക്കി അണക്കെട്ടും സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് പീരിമേഡ് ലൈവ്.